ബാഹുബലി ദ എപ്പിക്, ബാഹുബലി ദ ബിഗിനിങ്ങും ബാഹുബലി ദ കൺക്ലൂഷൻ എന്നീ രണ്ട് സിനിമകൾ ഒന്നിച്ച് എഡിറ്റ് ചെയ്ത് റീമാസ്റ്റർ ചെയ്ത് ഒരൊറ്റ സിനിമയായിട്ട് 3 മണിക്കൂറും 44 മിനിറ്റ് ദൈർഘ്യം ഉള്ള ഒരൊറ്റ സിനിമയായിട്ട് റിലീസ് ചെയ്യാണ് തിയേറ്ററുകളിൽ ഈ മാസം അവസാനം. ഒരു സാധാരണ ലെവലിൽ റിലീസ് അല്ല ഇത്. ബാഹുബലി എന്നുള്ള സിനിമ സ്കോപ്പ് റേഷ്യോ സിനിമയായിട്ടായിരുന്നു ഇതിന് മുന്നേ ആദ്യമായി റിലീസ് ചെയ്തപ്പോൾ 2 സിനിമകളും വന്നത്. ഇത്തവണ ഇത് സ്കോപ്പ് റേഷ്യോയിലല്ല വരുന്നത്. ഇത്തവണ ബാഹുബലി ദ എപ്പിക് എന്നുള്ള സിനിമ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്വൽസ് വ്യത്യാസമുണ്ട്. അതുപോലെ ഞാൻ അറിയാൻ സാധിച്ചത് എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങൾ, ഡിഫറെൻ്റ് എന്തോ സീനുകളൊക്കെ ഉണ്ടെന്നൊക്കെയാണ്. ഇതെല്ലാം കൂടാതെ മേക്കേഴ്സ് തന്നെ പ്രത്യേകം എടുത്തു പറയുന്നത് ഐമാക്സിൽ തന്നെ കാണണം എന്നുള്ള രീതിയിലാണ്. ഒക്ടോബർ 31 ശരിക്കുമുള്ള ഇതിൻ്റെ റിലീസ് ഡേറ്റ്. പക്ഷേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ 2 ദിവസം ഏകദേശം മുന്നേ 29 ഐമാക്സിലും ചില പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീൻസിലും എക്സ്ക്ലൂസീവായിട്ട് ഇവർ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പെയ്ഡ് പ്രിവ്യൂസ് ഉണ്ടാവും. അതായത് നമുക്ക് ടിക്കറ്റ് പൈസ കൊടുത്ത് എടുക്കാൻ പാകത്തിലുള്ള പ്രീമിയർ ഷോസ് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നോക്കിയിരിക്കുക. മദർ ഓഫ് ഓൾ റിലീസസ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഈ റിലീസ് സിനിമയുടെ ട്രെയിലർ എവിടെയൊക്കെ വന്നിരിക്കണേന്ന് അറിയാമോ? റോട്ടൻ ടൊമാറ്റോസിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ, IGNൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ, ഐമാക്സ് ഗ്ലോബലിൻ്റെയും ഇന്ത്യയുടെയും ഒഫീഷ്യൽ ചാനൽ, ഇവിടെ എല്ലായിടത്തും ഈ ട്രെയിലേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം ഗ്ലോബൽ ഇവൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, മിക്കവാറും ബാഹുബലി ഉണ്ടാക്കിയ റെക്കോർഡ് തന്നെ ബാഹുബലി ഈ എപ്പിക് എന്നുള്ള പാർട്ട് 1 and 2 സംയോജിപ്പിച്ചെടുത്ത ചിത്രം ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അന്തമാതിരി ലെവല് ഫാൻസ് ഉള്ള ഒരു 2 സിനിമകളാണിത് ഇപ്പോൾ ഒന്നിച്ചാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര വലിയ സംഭവമായി മാറും എന്നുള്ളതാണ്. ഇപ്പോഴും വ്യക്തതയില്ലാത്തൊരു കാര്യം ഈ സിനിമ 2Dയിലാണോ 3Dയിലാണോ എന്നുള്ള കാര്യമാണ്. അത് ഇതുവരെ ഞാൻ കണ്ടില്ല, 2D ആണോ 3D ആണോ എന്നുള്ളത്. എന്തായാലും ഐമാക്സിൽ ഒരു ഗജഗംഭീര 3.25 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമ എന്തായാലും വീണ്ടും വരികയാണ്. അതും ഒരു റിലീസാണെന്ന് ആലോചിക്കണം. ഏകദേശം 10 കൊല്ലം മുന്നെയാണ് ബാഹുബലി പാർട്ട് 1 and 2 ഇറങ്ങിയെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഓൾമോസ്റ്റ് 10 കൊല്ലം കഴിഞ്ഞു. എന്നിട്ടും ഈ സിനിമയ്ക്ക് ഇത്രയും ആരാധകർ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമയുടെ ഒരു കടുത്ത ഒരു ആരാധകനൊന്നും അല്ല. എനിക്ക് ഒരുപാട് VFX പ്രോബ്ലം, അതുപോലെ തന്നെ കയറ് കെട്ടിയ അടികളൊക്കെ അന്ന് കണ്ടപ്പോൾ തന്നെ ഫീൽ ചെയ്തതാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഹോളിവുഡ് സിനിമേഴ്സും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സിനിമ ഒരുപാട് കാണുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് നിലവാരം വെച്ച് നോക്കിയപ്പോഴേക്കും ഞാൻ അങ്ങനെയാണ് കമ്പയർ ചെയ്തത്. ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഇറങ്ങിയ ഏറ്റവും നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ള VFX ഉള്ള സിനിമ തന്നെയായിരുന്നു, അതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഐ ആം എക്സ്പോസ് ടു മോർ ബെറ്റർ ലുക്കിംഗ് ക്വാളിറ്റി സിനിമ. അതുകൊണ്ട് തന്നെ എനിക്കൊരു തികച്ചും ഒരു ആവറേജ് അനുഭവമായിരുന്നു വിഷ്വലി എനിക്ക് തോന്നിയത്. ഇമോഷണലി കുറച്ചുകൂടി രസമായിട്ട് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ എന്നോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള SS രാജമൗലിയുടെ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈച്ചയാണ്. അതുപോലെ തന്നെ RRR, മഗധീരയിൽ ആ 100 പേരെ എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്ന രാംചരൻ്റെ ക്യാരക്ടറിൻ്റെ സീൻ, അതൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം. ബാഹുബലി ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ അങ്ങനെ ഭയങ്കര വലിയ ഫാനോ അങ്ങനെയൊന്നുമല്ല. എന്നാലും ഈ 2 സിനിമകളും ചേർത്ത് കുറച്ചുകൂടി കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് സെറ്റാക്കി വരുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാഹുബലി 1 ആയാലും 2 ആയാലും പലയിടങ്ങളിലും എനിക്ക് ഓവർ ലെങ്തി ആയിട്ടൊക്കെ ഫീൽ ചെയ്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് ഒറ്റ പടമായിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പോകും. ഇതേ ഷോ തന്നെ ഞാൻ കാണാൻ പോകും. ഞാനൊരു സ്പെഷ്യൽ വെന്യൂ ആണ് ആഗ്രഹിക്കുന്നത് കാണാൻ പോകാൻ. നടക്കുമല്ലോ എന്നൊക്കെ കണ്ടറിയണം. എന്തായാലും ഞാൻ കാണുന്നുണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ. അതെവിടെ ആയിരിക്കും എന്നുള്ളത് ഞാൻ ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയാൽ ഞാൻ അവിടെ തന്നെ പോകും. എന്തായാലും ഇന്ത്യയിലെ ബെസ്റ്റ് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന തിയേറ്ററുകളിൽ ഒന്നാണ് ഞാൻ ആ മനസ്സിൽ കണ്ടേക്കുന്ന തിയേറ്റർ. അവിടെ പോയി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈവൻ വാല്യൂ ഫോർ മണി ആയിട്ടും എനിക്ക് തോന്നിയത് ആ ഒരു ഓപ്ഷൻ തന്നെയാണ്. പ്രൊവൈഡഡ് ആ ടൈമിൽ ടിക്കറ്റ് പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുതലാണെന്ന് വിചാരിക്കുന്നു. ഐമാക്സ് ആണ്, പറയാൻ പറ്റൂല, എപ്പോൾ വേണമെങ്കിലും ടിക്കറ്റ് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഈ സിനിമ റിലീസാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഡിമാൻഡ് കാരണം മാരക ലെവലിൽ ടിക്കറ്റ് പ്രൈസ് വെച്ച പണി വാളും. എന്തായാലും ഈ ഒരു പുതിയ ട്രെയിലർ കട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് ട്രെയിലർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മ്യൂസിക് ഞാൻ ഇതിൽ കേൾക്കാത്ത സാധനങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. ഇതിനകത്ത്
ഒരു സംഭവം എനിക്ക് വിറ്റായിട്ട് തോന്നി. ഈ ഒരു ടീസർ അല്ലെങ്കിൽ ട്രെയിലർ, ഇതിൻ്റെ റീ റിലീസ് ട്രെയിലറിൻ്റെ തുടക്കം ഇങ്ങനെ ബാഹുബലി ബാഹുബലി എന്ന് പറഞ്ഞ സാധനമാണ്. അതെനിക്കത് കോമഡിയായിട്ട് ഫീൽ ചെയ്തത്. അതെനിക്ക് ബാക്കിയെല്ലാം സെറ്റപ്പായിരുന്നു, ബാക്കിയൊക്കെ രോമാഞ്ചമായിരുന്നു. ആ ഒരു ഫീമെയിൽ വോയിസിൽ ഇങ്ങനെ ബാഹുബലി ബാഹുബലി എന്നൊക്കെ പറയേണ്ടത് അതെനിക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. ഇത് ഞാൻ കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. MM കീരവാണി നിങ്ങൾക്ക് അറിയാലോ, ഗംഭീര മനുഷ്യനാണ്, അന്യായ ലെവലാണ് മ്യൂസിക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ മഗധീര ആയിക്കോട്ടെ, ബാഹുബലി ആയിക്കോട്ടെ, എല്ലാം RRR പറയേണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് അത്. അപ്പോൾ ഞാനിത് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് അതായത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത പടമാണ് അങ്ങനത്തെ രീതി വിചാരിക്കരുത്. ഞാൻ പറയുന്നത് SS രാജമൗലിയുടെ സിനിമകൾ വെച്ച് നോക്കുമ്പോഴേക്കും ബാഹുബലി ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. എനിക്ക് അന്ത ലെവൽ ഇഷ്ടമുള്ള പടം അല്ലാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ ഇത് ഇഷ്ടപ്പെടാത്ത പടം അങ്ങനെയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോട്ട് എ ഫാൻ ഓഫ് പ്രഭാസ്. എനിക്ക് പ്രഭാസിനെ അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആളൊന്നുമല്ല ഞാൻ. എനിക്ക് ആകെ പുള്ളീനെ ഇച്ചിരിയെങ്കിലും ഇഷ്ടപ്പെട്ടേക്കണ ഈ പടത്തിലാണ്. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് റാണേനെയും അതുപോലെ അനുഷ്കേനെയൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട. പ്രഭാസിനെ എനിക്ക് നല്ല ഡയറക്ഷൻ കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അങ്ങേര് വേറെ ഒരു പടത്തിലും എനിക്ക് അഭിനയിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ വലിയ എക്സ്പ്രഷനൊന്നും മുഖത്ത് വരുന്ന ഒരു നടനായിട്ട് എനിക്കിന്ന് വരെ ഫീൽ ആയിട്ടില്ല. ഉള്ള കാര്യം പറയണമല്ലോ, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സിനിമ ആണ് ഇച്ചിരിയെങ്കിലും എനിക്ക് പുള്ളീനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ രണ്ട് പടങ്ങളും കൂടി ഒന്നിച്ച് ചേർന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതും പുള്ളി ചെയ്തതിൽ എനിക്ക് ആ മകൻ്റെ ക്യാരക്ടർ വലിയ ഇഷ്ടമല്ല, എനിക്ക് അച്ഛൻ്റെ ക്യാരക്ടറാണ് എനിക്കിഷ്ടം. ബാഹുബലി എന്നുള്ള ക്യാരക്ടറാണ് എനിക്കിഷ്ടം. മറ്റേ അമരേന്ദ്ര ബാഹുബലിയില്ലേ, ഏതായിരുന്നു അമരേന്ദ്രനല്ലേ, അമരേന്ദ്ര ബാഹുബലിയാണ് അച്ഛൻ അല്ലേ, നരേന്ദ്ര ബാഹുബലി എന്താണ്ട് അല്ലേ മറ്റേ മകൻ, ഞാൻ പേരൊക്കെ മറന്നുപോയി. ഞാൻ 10 കൂടുതൽ തവണ ഈ സിനിമ കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിടക്ക് TV ഫുൾ ടൈം ഇത് തന്നെയായിരുന്നു. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ, രാവിലെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഈ സിനിമ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോഴും ഈ സിനിമ, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അത്ര തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഫുട്ടേജ് കണ്ടിട്ടില്ല, ഫുൾ സ്ക്രീനായിട്ട് IMAX-ൽ ആ ഒരു 1.90:1 റേഷ്യോയിൽ കണ്ടിട്ടില്ല. അതുമാത്രമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇനിയും വ്യക്തത കിട്ടാനുണ്ട്. എപ്പിക് സ്ക്രീൻസ് അതുപോലെ തന്നെ മറ്റുള്ള സ്ക്രീനുകളിലും നോർമൽ സ്ക്രീൻസ് എല്ലാത്തിലും ഫ്ലാറ്റ് റേഷ്യോ ആയിരിക്കും, അല്ലെങ്കിൽ IMAX മറ്റേ പരിപാടി കാണിക്കണമെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ട്. അതായത് എക്സ്ക്ലൂസിവിറ്റി ഞങ്ങളുടെ മാത്രമാണ് 1.90 എന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ IMAX ഒഴികെ ബാക്കി തിയേറ്ററിൽ ബുക്ക് ചെയ്യുന്നവർ ഓൺ ഫീ, അത്ര പറയാനുള്ളൂ. അപ്പോൾ ആ പരിപാടി ചെയ്യാൻ കൊടുക്കുമല്ലോ എന്നൊക്കെ കണ്ടറിയണം. കാരണം പൊതുവെ IMAX അങ്ങനത്തെ പരിപാടികൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏലിയൻ റോമുലസ് എന്നുള്ള സിനിമ അതുപോലെ ട്രോൺ എന്നുള്ള സിനിമയൊക്കെ എക്സ്ക്ലൂസീവാണ്, IMAX-ൽ മാത്രമേ ഉള്ളൂ ഫുൾ സ്ക്രീൻ. പക്ഷേ കാന്താര അങ്ങനെയല്ലായിരുന്നു. കാന്താര എപ്പിക്കിലും IMAX-ലും ഫുൾ സ്ക്രീൻ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻ ദ സെൻസ് ആ ഒരു എക്സ്പാൻഡഡ് ഫുട്ടേജിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാന്താര ഫുൾ സ്ക്രീനായിട്ട് കണ്ടത് സ്കോപ്പ് റേഷ്യോ സ്ക്രീനിലേക്ക് മറ്റുള്ള സ്ക്രീനുകളിൽ. അതേസമയം IMAX-ൽ അങ്ങനെയല്ലായിരുന്നു. എങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 25 മിനിറ്റ്സോളം ഇങ്ങനെ ഇടയ്ക്ക് വലുതാവും ചെറുതാവും അങ്ങനത്തെ സീനൊക്കെ ഉണ്ടായിരുന്നു. ട്രോണിലാണെങ്കിൽ 50% മൂവി ഇടയ്ക്ക് വലുതാവും ചെറുതാവും അങ്ങനത്തെ സീനൊക്കെ ആയിരുന്നു. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ പലതവണയായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ ഓഡിയൻസിന് ഇപ്പോൾ കാര്യങ്ങൾ പലതും അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. എന്നാലും ഉണ്ട് കേട്ടോ, കുറേ ആൾക്കാർ എപ്പോഴും വന്ന് കമൻറ്റ് ചോദിക്കും എന്താണ് ചേട്ടാ ഈ ഫ്ലാറ്റ് റേഷ്യോ എന്താണ്. അത് എനിക്കൊന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് തോന്നുന്നുണ്ട് കൂടുതലും. അതുപോലെ തന്നെ ചിലവർ ഇപ്പോഴും എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും വീണ്ടും വന്ന് ചോദിക്കും ചേട്ടാ ഏതാ സ്കോപ്പ് റേഷ്യോ സ്ക്രീൻ എന്നൊക്കെ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും കുറേ പേർക്ക് മനസ്സിലാവാത്തവരുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും തീരെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ റീ റിലീസ് കാണാൻ പോകണമെങ്കിൽ ഏതെങ്കിലും തട്ട് പൊളിപ്പം തിയേറ്ററിൽ പോയി ദയവ് ഇത് കാണരുത്, നിങ്ങളുടെ പൈസ കളയരുത്. ഈ സിനിമ കാണേണ്ടത് ഇത് മേക്കേഴ്സ് തന്നെ എന്തൊക്കെ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ October 29 എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ IMAX എന്ന് പറഞ്ഞിട്ട്. എക്സ്പീരിയൻസ് ഇൻ IMAX ആണെന്ന് വിചാരിച്ച് നിങ്ങൾ കാണാൻ പോവാതിരിക്കരുത്. കാന്താരയും എക്സ്പീരിയൻസ് IMAX ആയിരുന്നു, എന്നിട്ടും വേറെ ലെവലായിട്ട് ഫീൽ ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. ചില സിനിമകൾ എക്സ്പീരിയൻസ് ഇൻ IMAX വന്നാലും ഗുഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മിസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈവൻ മേക്കേഴ്സ് അത് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡോൾബി സിനിമാസിൽ ഇത് കണ്ടാലും അടിപൊളിയായിരിക്കും. കാരണം ഡോൾബി സിനിമാസ് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവർ ഇത് ഡോൾബി വിഷനിലേക്ക് അവർ ഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ കിഡിലായിരിക്കും കേട്ടോ. നൈറ്റ് സീൻസ് ഒക്കെ വെറുതെ വിഷയമായിരിക്കും, അൺമാച്ച്ഡ് കളർ ആൻഡ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ആയിരിക്കും. ഈവൻ ഇന്ത്യയിലുള്ള IMAX-കൾ വെച്ച് നോക്കുമ്പോഴേക്കും അതിക്ക് മേലിലാണ് ഡോൾബി സിനിമാസിൻ്റെ ക്വാളിറ്റി എന്നാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഡോൾബി സിനിമാസ് വെന്യൂ പൂനെ ഖരാഡിയിൽ, ഇന്ത്യയിലെ ഏക വെന്യൂ ആണ് ഡോൾബി സിനിമയുടെ, അവിടെ പോയി എൻ്റെ വീഡിയോ ഇട്ടാൽ കണ്ടു നോക്കിയാൽ അതിപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. പിന്നെ 3Dയും കൂടി ആണെങ്കിൽ എൻ്റെ മോനെ വിഷയമായിരിക്കും. ഇത് പക്ഷേ 3Dയിൽ എടുത്ത സിനിമയൊന്നും അല്ല, അതുകൊണ്ട് കൺവേർഷൻ 3D വരാനാണ് ചാൻസ്. വന്നാൽ തന്നെ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല 3Dയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എനിക്ക് എങ്ങും 3D പറഞ്ഞ് കാണുന്നില്ല, നോക്കട്ടെ. ബുക്ക് മൈ ഷോയിൽ ലിസ്റ്റിംഗ് വരുമ്പോൾ എന്തായാലും അറിയാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഈ ഫോർമാറ്റ് മാത്രമല്ല, എക്സ്പീരിയൻസിൻ്റെ IMAX കൂടാതെ ഇതിന് മുന്നേ വന്ന ട്രെയിലറിലൊക്കെ
വേറൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് 4DXൽ അവൈലബിൾ ആണ്, ഡി ബോക്സിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ വേറെ ഏതൊക്കെയായിരുന്നു, ഡോൾബി സിനിമാസ്, ഐമാക്സ്, ഇത്രയും കാര്യങ്ങളിലും കൂടി അവൈലബിൾ ആണെന്നുള്ള അതിന് വേണ്ടി അവർ പ്രത്യേകം ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ. സ്ക്രീനെക്സിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. ഞാൻ അങ്ങ് സ്ക്രീനെക്സ് മെൻഷൻ ചെയ്ത് കണ്ടില്ല. അപ്പോൾ പേഴ്സണലി ഐ ഫീൽ ഇത് കാണേണ്ട സ്ഥലം ഐമാക്സ് അല്ലെങ്കിൽ ഡോൾബി സിനിമ ആണെന്നുള്ളതാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾ ഹൈദരാബാദ് ആണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, PCX ഉണ്ട്, ആർട്ടെപ്പിക് ഉണ്ട്, ഇത് തന്നെ ധാരാളം. ഇത് രണ്ടും വേറെ ലെവൽ തിയേറ്റേഴ്സാണ് അവിടുത്തെ. ഹൈദരാബാദുകാർക്ക് കിടിലൻ തിയേറ്ററുകളാണുള്ളത് ഇപ്പോൾ. അപ്പോൾ PCXൻ്റെ ആയാലും ആർട്ടെപ്പിക്കിൻ്റെ ആയാലും വീഡിയോസ് ഇതിൻ്റെ റിലീസ് വരുന്നതിന് മുന്നേ ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാം. അത് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഒന്നിൽ കൂടുതൽ കോണ്ടൻസും സിനിമകളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള വീഡിയോസ് എത്രയും വേഗം ഇതിൻ്റെ റിലീസ് വരുന്നതിന് മുന്നേ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രെയിലർ കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ വീണ്ടും പറയണത്, ബാഹുബലി എനിക്ക് ഇഷ്ടമല്ലാത്ത സിനിമയല്ല. എനിക്ക് രാജമൗലിയുടെ സിനിമകൾ വെച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് ബാഹുബലിയേക്കാളും ഇഷ്ടമുള്ള സിനിമയാണ് ഈച്ച, RRR, മഗധീര. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കുറേ പ്രഭാസ് ബ്ലൈൻഡ് ഫാൻസ് ഹോളികളുണ്ട്. അവന്മാർ എന്ന് പറയണമെന്ന് ഞാൻ അവിടെ വിലക്കെടുക്കത്തേ ഇല്ല. ചിലവന്മാരുണ്ട് അവന്മാർക്ക് മറ്റേ നമ്മളൊന്നും പറയാൻ പാടില്ല. രാജാസാബ് എന്ന് പറഞ്ഞ സിനിമയുടെ ടീച്ചറിൻ്റെ ട്രെയിലർ കണ്ടിട്ടില്ല, എനിക്ക് വെറുത്തു പോയതാണ്. അത് ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കുറേമാർ വന്നിട്ട് എനിക്ക് കഥ അറിയില്ല, ഇത് അറിയില്ല, തേങ്ങ കുറേ എണ്ണങ്ങളുണ്ട്, കുറേ കീടങ്ങളുണ്ട്, വെറുതെ വല്ലതും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. കുറേ ഇങ്ങനെ വരുത്തനം ഫാൻസും ഉണ്ട്. ഇതുപോലെ തന്നെ അവന്മാരത് മര്യാദക്കുള്ള വിജയുടെ പടങ്ങൾ പോലും കണ്ടിട്ടുണ്ടാവില്ല. ചുമ്മാ എല്ലാവരും മറ്റേ കുറേ പേര് അങ്ങോട്ട് ഓടുന്ന കാണുമ്പോൾ ആ കൂടെ ഓടണം ഇങ്ങനെ കുറേ വാണക്കുറ്റികളുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഇതുങ്ങളെ പെടുത്തുന്നുള്ള കേട്ടോ. അതായത് മറ്റുള്ള ഒരാളുടെ ഒരു അഭിപ്രായം മാനിക്കാൻ പഠിച്ചില്ലെങ്കിൽ, അത് മാനിച്ചു പോലും ഇല്ലെങ്കിൽ അതിനെ എതിർക്കാതിരിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, അയാൾ ഇഷ്ടപ്പെട്ടോട്ടെ, നിനക്കെന്താ പ്രശ്നം? അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ബാഹുബലി എന്നുള്ള സിനിമ വേറെ ലെവലായിട്ട് കാണുന്ന ഒരാളെ ഞാൻ പോയി ചീത്ത വിളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അല്ലാന്ന് ചെന്ന് പറയണ്ട. ഇല്ല, എനിക്കത് അങ്ങനെ തോന്നുന്നില്ല എന്ന് മാത്രമല്ലേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ബാഹുബലി ഇഷ്ടപ്പെട്ടവൻ നീ മണ്ടൻ, അതിനേക്കാൾ കൂടുതൽ എനിക്ക് RRR ഇഷ്ടപ്പെടും, നീയോ അങ്ങനെ ഇഷ്ടപ്പെടാൻ പാടില്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയുന്നവന്മാരെ ഞാൻ പൊട്ടന്മാരായിട്ട് കാണുള്ളൂ കേട്ടോ. അത് വേറെ കേസ്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയത്. എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ ഐമാക്സ്. അത് എൻ്റെ അഭിപ്രായമാണ്. കാണാൻ വേണ്ടി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓൾറെഡി അവരും പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പൈസ എവിടെയെന്ന് വെച്ചപ്പോൾ കണ്ടോ. ഞാൻ ഐമാക്സിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ മൾട്ടിപ്പിൾ വെന്യൂസിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കിതൊന്ന് കണ്ടു നോക്കണം. പിന്നെ 3.25 മണിക്കൂർ ഉണ്ട് എന്നുള്ളതാണ് ഒരു സംഭവം. പക്ഷെ എന്നാലും ഞാൻ കണ്ടു നോക്കും. കാരണം അത് റെയറായിട്ട് വരുന്ന സാധനമല്ലേ. കഴിവതും ഞാൻ ട്രാവൽ ചെയ്ത് എനിക്ക് ആ സ്ഥലത്ത് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റി അവിടെ തന്നെ ഞാൻ പോകും. എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി എല്ലാവരും ചേർന്നൊന്ന് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. എല്ലാവരും വരികയാണെങ്കിൽ, രാഹുൽ ഉൾപ്പെടെ എല്ലാവരും വരികയാണെങ്കിൽ ഒന്നിച്ച് പോകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയാൽ ഓടിപ്പിടിച്ച് ചിലപ്പോൾ വരേണ്ടി വരും. കാരണം 31-ാം തീയതി DS റിലീസ് ഉണ്ട്. അതാണ് വേറൊരു ഇഷ്യൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അവിടെ പോയി കാണുന്നതിന് പകരം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഇവിടെ കണ്ടിട്ട് ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം പോകണം. വേണമെങ്കിൽ അങ്ങനെ നോക്കാം. എന്തായാലും ഇത് ഒരു മാസമൊക്കെ എന്തായാലും കളിക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണം. ഹൈദരാബാദ് എന്തായാലും ഒരു മാസം കളിക്കും. അതുകൊണ്ട് എനിക്ക് ഹൈദരാബാദ് പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വെന്യൂ ഏതാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസം തരുന്നു. ബൈ ബൈ.